ഈശ്വര. ഞാൻ ഇഗ്നൈറ്റിൽ ക്രാഷ് ബാച്ച് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് പ്ലസ് ടു. ശേഷം എനിക്കിപ്പോൾ കീഴിൽ 46th റാങ്കാണ് വന്നിരിക്കുന്നത്. ഞാനും ഇവർ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എൻട്രൻസ് തന്നെ നോക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതിനുശേഷം പെട്ടെന്നാണ് ആർക്കിടെക്ചറിനെ പറ്റി അറിയുന്നത്. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മെഡിസിൻ തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ടായിരുന്നു എല്ലാം മാറി മറിഞ്ഞത്. പെട്ടെന്ന് ആർക്കിടെക്ചറിനെ പറ്റി അറിഞ്ഞു. എന്നാൽ ഇതിനെ നോക്കി നോക്കാമെന്ന് വെച്ച് ഇതിനെപ്പറ്റി കുറേ റിസർച്ചൊക്കെ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ എന്നാൽ ക്രാഷ് ബാച്ചായിട്ട് ജോയിൻ ചെയ്ത് എന്തായാലും എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൃശ്ശൂരുള്ള കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഏതാണ്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇഗ്നൈറ്റിനെ പറ്റി അറിയുന്നത്. ഇഗ്നൈറ്റിനെ പറ്റി അറിഞ്ഞെന്നാൽ അന്വേഷിക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇഗ്നൈറ്റിൻ്റെ ഒരു നോട്ടീസൊക്കെ കിട്ടി. അപ്പോൾ വീണ്ടും ഇഗ്നൈറ്റിന് ഉപയോഗം. അങ്ങനെയാണ് അന്ന് ഇഗ്നൈറ്റിൽ തന്നെ ചേരാനൊക്കെ വിചാരിച്ച് അന്വേഷിച്ചത്. അങ്ങനെ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്തു. ഓഫ്ലൈൻ ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇഗ്നൈറ്റിന് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഓൺലൈൻ ക്ലാസ് നല്ല രസമൊക്കെ ആയിരുന്നു. ഇവിടെ ആരും അങ്ങനെ അറിയൊന്നുമില്ല, എല്ലാവരും വോയിസ് ആണ് കേട്ടിട്ടുള്ളത്. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നാറ്റ സെക്കൻഡും ഞാൻ തേർഡും ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്കോർ വെച്ചിട്ട് പിന്നെ പ്ലസ് ടുൻ്റെ മാർക്കും കൂട്ടിയപ്പോൾ 46th റാങ്ക് വന്നപ്പോൾ എനിക്ക് CET കിട്ടി. ഭയങ്കര സന്തോഷം. പിന്നെ ഞാനിത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറ്റി മറിച്ചപ്പോൾ എൻ്റെ പാരൻസും അതിൻ്റെ കൂടെ തന്നെ നിന്നു. അവരെ എതിർപ്പൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.